to be here. Actually, this is the first offline promotional program after the teaser launch, and this is a film made for this energy. ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് ഒന്നാം ഭാഗം നിങ്ങൾ അതിന് സമ്മാനിച്ച ആ വലിയ വിജയം, ആ വിജയത്തിന്റെ ശക്തിയിൽ ഈ ഭാഗം കേരളക്കരയിൽ കടന്ന് മറ്റ് സംസ്ഥാനങ്ങളിലും നമ്മുടെ രാജ്യത്തിന് പുറത്തും ആൾക്കാർ ആ സിനിമ കണ്ട് അതുമായി റെസിനേറ്റ് ചെയ്യണം എന്നുള്ളതായിരുന്നു നമ്മുടെ ഏറ്റവും വരുന്നത്. ഒരു ചിന്ന കൺഫ്യൂഷൻ, തമിഴിലെ പേസണോ മലയാളത്തിൽ സംസാരിക്കണോ, ഇംഗ്ലീഷ്, മലയാളം, തമിഴ്. അപ്പോ ലൂസിഫർ പാർട്ട് 1 നിങ്ങൾ നൽകിയ വിജയം പോലെ പാർട്ട് 2-നും ഒരു വലിയ വിജയം നൽകുമെന്ന് അഭ്യർത്ഥിക്കുന്നു. I hope to see all of you in theaters on the 27th of March. Thank you. Okay, so பிருத்திவிராஜ் சார் வந்திருக்காங்க. நீங்க வந்து உங்க காலேஜ் ஞாபகங்கள் இருக்கா? இந்த கிரவுண்ட் இதெல்லாம் வந்து பார்க்கும்போது உங்க காலேஜ் ஞாபகம் வந்துருச்சா? எப்படி இருக்கு? ஆக்சுவலி நான் வந்து ரொம்ப போரிங்கான ஒரு ஆஸ்திரேலியன் காலேஜில் படித்தோம். அந்த மாதிரி எல்லாம் ஃபன் எல்லாம் ஆகிட்டாங்க. ஸோ அவன் ரொம்ப மிஸ் ஆகுது. ஒரே ஒரு கொஸ்டின், நீங்க எப்படி சார் ஃபர்ஸ்ட் பெஞ்ச் ஸ்டூடெண்டா, மிடில் பெஞ்சா, லாஸ்ட் பெஞ்ச் ஸ்டூடெண்டா? இந்த பாட்டு அவங்களுக்கு எப்படி தெரியுது? நல்லா படிக்கிற பையன் தப்பு. அப்ப லாஸ்ட் பெஞ்ச் இல்லை. മലയാളത്തിലെ അപ്കമിംഗ് റിലീസുകളിൽ ഏറ്റവും പ്രേക്ഷക ശ്രദ്ധ നേടിയിട്ടുള്ള ഒന്നാണ് എമ്പുരാൻ. പൃഥ്വിരാജിന്റെ സംവിധാന അരങ്ങേറ്റമായിരുന്ന വൻ വിജയം നേടിയ ലൂസിഫറിന്റെ രണ്ടാം ഭാഗം എന്നതാണ് അതിന്റെ പ്രധാനം. ജനുവരി 26 കൊച്ചിയിൽ വെച്ച് നടത്തിയ ട്രെയിലർ ലോഞ്ചോടെ ആയിരുന്നു എമ്പുരാന്റെ പ്രമോഷന് തുടക്കമായത്. ചിത്രത്തിന്റെ രണ്ടാമത്തെ പ്രമോഷണൽ ഇവന്റ് കോയമ്പത്തൂരിൽ നടക്കുകയും ചെയ്തു. കോയമ്പത്തൂരിലെ ഹിന്ദുസ്ഥാൻ കോളേജിൽ വെച്ചായിരുന്നു മോഹൻലാൽ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്ത പരിപാടി. ഏതാണ്ട് 1.5 ലക്ഷത്തിന് മുകളിലുള്ള കാണികളായിരുന്നു അവിടെ തടിച്ചുകൂടിയതും. ഇവിടെ നിന്നുള്ള ചിത്രങ്ങളും വീഡിയോകളും സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ ദിവസം മുതലേ വലിയ രീതിയിൽ വൈറലായിരുന്നു. അവിടെയൊന്നും അവർ പറഞ്ഞ ഓരോ വാക്കുകളും ശ്രദ്ധയെ നേടി. വേദിയിലേക്ക് എത്തുന്ന മോഹൻലാലിനെ വൻ കരഘോഷത്തോടെയാണ് സദസ്സ് സ്വീകരിച്ചത്. ഇത് കേരളമല്ല തമിഴ്നാടാണെന്ന് കൂടി ഓർത്തിട്ട് വേണം ഈ വീഡിയോ കാണാൻ എന്നും ഓരോ പ്രേക്ഷകരും പറയുകയാണ്. അതിനൊപ്പം തന്നെ എമ്പുരാൻ എന്ന ചിത്രത്തിലെ ഓരോ ക്യാരക്ടർ റിവീലിംഗ് ചെയ്യുമ്പോഴും അതിശയമാണ് ഉണ്ടായിരിക്കുന്നത്. കാരണം സിനിമ ഒരു മാസ് എലമെന്റിലൂടെ കഥ പറഞ്ഞു പോകുന്നതല്ല, വളരെ ഇമോഷണൽ ഡെപ്തുള്ള ക്യാരക്ടേഴ്സും അങ്ങനെയുള്ള സീനുകളും നമുക്ക് മുന്നിലേക്ക് കഥ പറയാൻ പോകുന്നു എന്നതുകൂടി മനസ്സിലാക്കുകയാണ്. എമ്പുരാൻ സിനിമയുടെ 24ാമത്തെ ക്യാരക്ടർ പോസ്റ്റർ അവതരിപ്പിച്ചപ്പോൾ ആ ഒരു വ്യക്തത നമുക്ക് മനസ്സിലാകുന്നതും. എമ്പുരാൻ ഫ്രാഞ്ചൈസിയിലെ പുതിയൊരു അംഗത്തെയാണ് ഇത്തവണ പരിചയപ്പെടുത്തിയത്. ബോളിവുഡ് സിനിമ സീരിയൽ താരം നയൻ ഭട്ടാണ് എമ്പുരാനിലെ ആ താരം. സുരയ്യ ബീബി എന്ന കഥാപാത്രത്തെയാണ് ചിത്രത്തിൽ നയൻ അവതരിപ്പിക്കുന്നത്. പൃഥ്വിരാജ് അവതരിപ്പിക്കുന്ന സായിദ് മസൂദിന്റെ അമ്മയുടെ വേഷമാണ് നയൻ ഭട്ടിന്റേത്. വളരെ ശക്തമായ കഥാപാത്രമാണ്. ജീവിതത്തിൽ ഒരുപാട് വിഷമഘട്ടത്തിലൂടെ കടന്നുപോയ അമ്മ. എത്രയൊക്കെ വലിയ വെല്ലുവിളികൾ വന്നാലും അവയെല്ലാം അവർ നിശബ്ദമായി നേരിടും. അതവരുടെ മുഖത്തും പ്രകടമാണ്. ഈ കഥാപാത്രത്തിന്റെ മേക്കപ്പിനായി 3 മണിക്കൂറോളം ചെലവഴിക്കേണ്ടി വന്നു. കഴിഞ്ഞ 55 വർഷമായി സിനിമയിലുണ്ട്. ഇതിനിടെ ഒരുപാട് സംവിധായകർക്കൊപ്പം പ്രവർത്തിക്കാൻ സാധിച്ചു. എന്നാൽ പൃഥ്വിരാജിനൊപ്പം പ്രവർത്തിക്കുന്നത് വേറിട്ടൊരു അനുഭവമായിരുന്നു. അദ്ദേഹം മികച്ച നടനും അതിനേക്കാൾ മികവുറ്റ സംവിധായകനുമാണ്. ഞങ്ങൾ നേരിട്ടറിഞ്ഞതും അനുഭവിച്ചതുമായ കാര്യങ്ങൾ തിയേറ്ററിൽ പുതിയൊരു അനുഭവം നിങ്ങൾക്ക് സമ്മാനിക്കും. നയൻ ഭട്ട് പറഞ്ഞ വാക്കുകൾ ഇതായിരുന്നു. കൂടാതെ അതിനു മുമ്പ് അവതരിപ്പിച്ച ശുഭാംഗി അക്തറിന്റെ വേഷവും ഒരു പുതുമ നിറഞ്ഞ വേഷമാണ്. ബൈജ ബേഗം എന്ന കഥാപാത്രത്തെയാണ് അവതരിപ്പിക്കുന്നത്. കൂടുതൽ ഇൻഡെപ്തായി കഥ പറയുന്ന രീതിയിലേക്ക് എമ്പുരാൻ എന്ന സിനിമ സഞ്ചരിക്കുന്നുണ്ട്. ചിത്രത്തിലെ പ്രീക്വൽ ഭാഗങ്ങളിലായിരിക്കും ഇവരെത്താൻ സാധ്യത കൂടുതലും. കാരണം സായിദ് മസൂദിന്റെയും ഖുറേഷി എബ്രാഹിമിന്റെയും പ്രീക്വലും സ്വീക്വലും ഗംഭീര കഥ പറയുന്ന രീതിയിൽ സഞ്ചരിക്കുന്നത് ഇവരെയൊക്കെ കൂടെ തന്നെ ആയിരിക്കും.